അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമളാനിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ലൈലത്തുൽ ഖദർ ആവാൻ കൂടുതൽ സാധ്യതയുള്ള 27-ാം രാവിലാണ് നാം ഉള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ കണ്ടെത്തിയ കണക്കനുസരിച്ച് 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക എന്ന് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ 27-ാം രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാത്രി കൂടിയാണിത്. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദർ. അതായത് ഒരാൾക്ക് ഒരു ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ 83 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും എന്നാൽ വളരെയധികം പുണ്യമുള്ളതുമായ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി ലൈലത്തുൽ ഖദറിൽ പ്രത്യേകം പുണ്യമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച് പറയാം. ഈ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. ഈ നിസ്കാരം 2 റക്അത്താണ്. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 7 വട്ടം സൂറത്ത് ഇഖ്ലാസ് ഓതുക. 2-ാം റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 7 വട്ടം സൂറത്ത് ഇഖ്ലാസ് ഓതുക. ഈ നിസ്കാരം കഴിഞ്ഞ ശേഷം ആരോടും ഒന്നും സംസാരിക്കാതെ 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി എന്ന് ചൊല്ലുക. അർത്ഥം: അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു. ഈ സുന്നത്ത് നിസ്കാരം അവസാന 10-ലെ ഒറ്റയിട്ട എല്ലാ രാവുകളിലും നിസ്കരിക്കുക. അതായത് 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദർ ആണെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് നബിയെ ചെയ്യേണ്ടത്? അപ്പോൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അർത്ഥം: അല്ലാഹുവേ, അവിടുന്ന് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, പാപം ചെയ്ത് പൊറുക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഈ ദിക്റിനെയും അവസാന 10-ൽ അധികരിപ്പിക്കുക. കൂടാതെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ അധികരിപ്പിക്കേണ്ട സൂറത്തുകളെക്കുറിച്ച് പറയാം. സൂറത്തുൽ ഖദർ 7 തവണ ഓതിയാൽ 70,000 മലക്കുകൾ നമുക്ക് സ്വർഗം കൊണ്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ആപത്തിൽ നിന്നും നമ്മളെ അല്ലാഹു രക്ഷിക്കുകയും ചെയ്യും. അടുത്തത് സൂറത്തുൽ സൽസല. ഖുർആനിൻ്റെ പകുതി എന്നറിയപ്പെടുന്ന സൂറത്തുൽ സൽസല 2 വട്ടം ഓതിയാൽ 1 ഖത്തം തീർത്ത കൂലിയും, ഖുർആനിൻ്റെ 1/3 എന്നറിയപ്പെടുന്ന ഇഖ്ലാസ് സൂറത്ത്, ഖുർആനിൻ്റെ 4/1 എന്നറിയപ്പെടുന്ന സൂറത്തുൽ കാഫിറൂന, ഖുർആനിൻ്റെ ഹൃദയമായ സൂറത്ത് യാസീൻ, ഏറ്റവും ശ്രേഷ്ഠമുള്ള ആയത്തുൽ കുർസിയെ, ആമന റസൂൽ, വാഖിയ, ഈ സൂറത്തുകളെല്ലാം നമുക്ക് അധികരിപ്പിക്കാം. കൂടാതെ ദിക്റുകൾ, ദുആകൾ എന്നിവയും ചൊല്ലാവുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും അതുപോലെ 27-ാം രാവിൻ്റെ ബർക്കത്ത് കൊണ്ടും അല്ലാഹു നമുക്ക് എല്ലാം മാറ്റിത്തരട്ടെ. ആമീൻ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ മുറാദുകളും റബ്ബ് ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ.
നിങ്ങളുടെ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കരുതേ. ഇൻഷാ അല്ലാ.